ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റിഫൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് പെപ്പർ ഗോബിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിലുമാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ പെപ്പർ ഗോബി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കോളിഫ്ലവർ ചെറുതാക്കിയിട്ടുണ്ട്. നല്ലപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കമാണ്. ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കോളിഫ്ലവർ ഒന്ന് ആദ്യം പൊരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് തൈരിൽ അടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. കോളിഫ്ലവർ ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിതവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. സൺഫ്ലവർ ഓയിൽ ആയാലും മതി. വെളിച്ചെണ്ണയിലാക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ വറുത്ത കറിവേപ്പിലയുടെ ടേസ്റ്റും കൂടെ ഇതിനുണ്ടാവും കേട്ടോ. അതുമാത്രമല്ല, കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ പൊടി അതിലേക്ക് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഒഴിവായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് പകുതി കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗം മുരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. കോളിഫ്ലവറിൻ്റെ ഒരു ഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം കോളിഫ്ലവറിൻ്റെ 2 ഭാഗവും നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കാം. ഇപ്പം ഞാൻ കോളിഫ്ലവർ മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ എണ്ണയിൽ നിന്നും കുറച്ച് എണ്ണ മാറ്റി വെക്കുകയാണ്. ഈ എണ്ണയിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഈ എണ്ണയിലിട്ടിട്ട് കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്രൈയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കോളിഫ്ലവർ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഈ ഗ്രേവിയിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതാണ്. തക്കാളി നല്ലപോലെ വാടുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അതും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കത്തിന് അധികം വേവൊന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡാർക്ക് സോയാ സോസ് കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ നല്ലപോലെ ഇതിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരു വിധമൊക്കെ നല്ലപോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. കോളിഫ്ലവറും ഗ്രേവിയൊക്കെ ഓൾറെഡി വെന്തതാണ്, എന്നാലും അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തത് ഇത്രയും മതി കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മാത്രമേ വേവിച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ പെപ്പർ ഗോബി നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചൂടോടെ ഇങ്ങനെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് കണ്ടാൽ ശരിക്കും പെപ്പർ ചിക്കൻ്റെ ഒക്കെ പോലെ തന്നെയാണ് തോന്നുക. പിന്നെ ടേസ്റ്റ് എത്രയായാലും ഇതൊരു വെജിറ്റബിൾ ആണല്ലോ, അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കണ്ടാൽ നല്ല അടിപൊളി കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി. ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അതിനായിട്ട് ഞാനിതാ ഈ ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കോളിഫ്ലവർ വാങ്ങുന്ന സമയത്ത് ഇതാ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.